പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തീരുമാനിക്കാൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിർണായക യോഗം. കേരള കേഡർ IAS ഉദ്യോഗസ്ഥൻ അമിതാഭ് ഖാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അയക്കുമെന്നാണ് സൂചന. ഏകീകൃത തിരിച്ചറിയൽ കാർഡ് സമിതിയുടെ മുൻ ചെയർമാൻ അജയ് ഭൂഷണും പരിഗണനയിലുണ്ട് എന്നാണ് വിവരം. പൊതു തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം പുതിയ അംഗങ്ങൾ ചുമതലയേറ്റ ശേഷമാകും ഉണ്ടാവുക. രാധാകൃഷ്ണൻ വെച്ചിരുന്നു. ആർക്കെ ഇന്ന് തന്നെ ആ തീരുമാനം ഉണ്ടാകും എന്നല്ലേ കരുതേണ്ടത്? ആർക്കെ അതിനോടൊപ്പം തന്നെ ഇത് രാജ്യചരിത്രത്തിൽ അങ്ങനെ സാധാരണമായി ഉള്ളതല്ല. ഇതുപോലെ നിർണായകമായ സമയത്ത് ഇലക്ഷൻ കമ്മീഷണർമാർ രാജിവെക്കുക എന്നുള്ളത് സാധാരണയുള്ളതല്ല. അശോക് ലവാസ രാജിവെക്കുന്നുള്ളതിന് കാരണം നമുക്കറിയാം. അരുൺ ഗോയൽ ഇലക്ഷൻ്റെ 11-ാം മണിക്കൂറിൽ രാജിവെച്ചിട്ട് ദിവസം ഇത്രയായിട്ടും എന്താണ് കാരണം എന്നതിനെക്കുറിച്ച് ഒരു സൂചനയും ഇല്ലാതിരിക്കുന്നത് അത്ഭുതമാണ്. ആർക്കെ തീർച്ചയായിട്ടുമാണ്. ഇതിൽ ഈ നാളത്തെ ദിവസത്തിനൊരു വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഈ സമിതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ നിയമനിർമ്മാണം, ആ നിയമനിർമ്മാണത്തിൻ്റെ സാധുത ചോദ്യം ചെയ്തൊരു ഹർജി സുപ്രീം കോടതിയുടെ മുന്നിൽ ചീഫ് ജസ്റ്റിസിന് മുന്നിൽ എത്തുന്നുണ്ട്. ആ ഹർജി കേൾക്കുന്നതിന് മുമ്പ് സ്റ്റാറ്റസ് കോ എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷണർമാർ രാജ്യത്ത് ഉള്ള രീതിയിലാക്കി മാറ്റാനായിട്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് തന്നെ ഈ സമിതിയുടെ യോഗം പൂർത്തിയാക്കി കമ്മീഷണർമാരെ പ്രഖ്യാപിക്കുകയും അവർക്ക് ചുമതല ഇന്ന് തന്നെ ഏറ്റെടുക്കാനായിട്ടുള്ള അവസരമൊരുക്കുകയും ചെയ്യാനായിട്ടുള്ള നീക്കങ്ങൾ. നമുക്കറിയാനായിട്ട് സാധിക്കുന്നത് നിയമമന്ത്രാലയം 6 പേരുടെ ഒരു കരട് പട്ടിക തയ്യാറാക്കി എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പേര് മുൻ ED ഡയറക്ടർ കൂടിയായിട്ടുള്ള സഞ്ജയ് മിശ്രയുടെ പേരാണ്. PC മോദി, രാധാ S ചൗഹാൻ, ദുർഗാശങ്കർ മിശ്ര, ദീപങ്കർ ഗുപ്ത, മൊഹപാത്ര അടങ്ങിയ ഈ 6 അംഗങ്ങളിൽ നിന്ന് ആയിരിക്കും ഈ കരട് പട്ടിക അങ്ങനെയാണ്. ആ പട്ടികയിൽ നിന്നായിരിക്കും 2 പേരുകളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ നിലവിലുള്ള ഒരു അവസ്ഥയിൽ ഏതെങ്കിലും പേരുകളിൽ ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ അത് പ്രധാനമന്ത്രിക്ക് താല്പര്യമുള്ള മറ്റേതെങ്കിലും പേരുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നിർദ്ദേശിക്കാം. സമിതിയിൽ സർക്കാരിൻ്റെ പ്രതിനിധികളായിട്ടുള്ള പ്രധാനമന്ത്രിക്കും നിയമമന്ത്രിക്കും ഉള്ള ആ ഒരു സ്വാധീനം, അവരുടെ ഭൂരിപക്ഷം, അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ അവർക്ക് ആ പേരുകൾ അംഗീകരിപ്പിക്കുകയും ചെയ്യാം. ഏതായാലും അതുകൊണ്ട് സമിതി യോഗം നിർണായകമായിരിക്കും. ഈ യോഗവുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്ന ഒരു സാഹചര്യത്തിലും ഈ യോഗം ഇന്ന് തന്നെ പൂർത്തിയാക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം. ഈ യോഗം പൂർത്തിയാക്കിയതിനു ശേഷം തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾക്ക് ഇന്ന് തന്നെ വിജ്ഞാപനവും അതിനുശേഷം അവർക്ക് ചുമതല ഏറ്റെടുക്കാനുള്ള അവസരവും ഒരുക്കും എന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. യെസ്, രാധാകൃഷ്ണനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അതിനുശേഷമാണ് തെരഞ്ഞെടുപ്പിന് നിർണായക തീയതി പ്രഖ്യാപനം ഉണ്ടാവുക. അത് ഏത് സമയവും ഉണ്ടാകാം. ഇപ്പോൾ എന്താണ് പരമാവധി 18-ാം തീയതിക്ക് മുമ്പൊക്കെ അത് പ്രതീക്ഷിക്കാം എന്നാണ് കരുതേണ്ടത്. പക്ഷേ അത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അരുൺ ഗോയൽ എന്ന് പറയുന്ന ഒരു ഇലക്ഷൻ കമ്മീഷൻ രാജു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് 2027 വരെ ഒക്കെ കാലാവധിയുള്ള സർവീസുള്ള ആളാണ്. മാത്രമല്ല ഇപ്പോഴത്തെ CEC അല്ലെങ്കിൽ അതിൻ്റെ കാലാവധി കഴിയുമ്പോൾ CEC ആവേണ്ട ആൾ കൂടിയാണ്. അപ്പോൾ ഇത്രയും ലോങ് സർവീസുള്ള ഒരു ഉന്നത പദവി കാത്തിരിക്കുന്ന ആൾ എന്തിനീ സമയത്ത് രാജിവെച്ച് പോയി എന്നുള്ളത് ഇപ്പോഴും ദുരൂഹമായി നിൽക്കുന്നത് അത്ഭുതമാണ് ഒരിക്കൽ കൂടി.